കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാ. സെൻട്രൽ ജില്ലയിൽ എനിക്കൊരു പുത്തിരിയല്ല, മനസ്സിലായ? എന്തിനടി? കുന്തരടി. എന്റെ അച്ഛൻ വാങ്ങി തന്ന കസാര. രാവിലെ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ടേണ്. ഇവിടെ ഒന്ന് കുണ്ടയും കളിച്ചോണ്ട് നിൽക്കുന്നു. പൊട്ടി. കുട്ടിയാ? ഹലോ, 108 അല്ലേ? നീ എന്നടി 108 വിളിക്കണേ? പൊട്ടിന്ന് പറഞ്ഞ്. എടി അവിടത്തെ കടയിൽ നിന്ന് 5 മുട്ട അടിച്ചു മാറ്റി ഇടിപ്പി വെച്ച അത് പൊട്ടിയ കാര്യമടി പറഞ്ഞത്. അല്ല, ഞാൻ അവിടെ നിന്നപ്പോഴേ എന്തോ സെൻട്രൽ ജയിലിൽ എനിക്കൊരു പുത്തരില്ലെന്ന് പറഞ്ഞ കേട്ടല്ല. അത് വെറുതെ നാട്ടുകാരൊന്ന് പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ലേ നിങ്ങള്? നാട്ടുകാരെ പേടിപ്പെട്ടെ? കഴിഞ്ഞ ആഴ്ചയല്ലേ പള്ളിയിൽ അച്ഛനെ മണി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ട് ദോശക്കല്ലുകളെ പരത്തി വിട്ടത്. ഞാൻ ഇല്ലേ ഈ മൂട്ടിൽ ചൂടുള്ള അനത്തി തന്നത്. എന്തൊരു ഞാൻ മീൻ ചന്തയിൽ മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴേ അത്രയും ആൾക്കാർ ഇടയിൽ വെച്ചേ എന്റെ അമ്മ എന്തൊരു പറഞ്ഞെന്നറിയാമോ? പെണ്ടാട്ടിലെ ഉരുപ്പടിയെല്ലാം വിറ്റ് നശിപ്പിച്ച് വെള്ളം അടിച്ചോണ്ട് ഞാൻ നടന്നാ മതിയോടാന്ന്. എന്നിട്ട് ഞാൻ എന്തൊരു ചെയ്യാ? മീൻകാരന്റെ പെട്ടി കിടന്നൊരു പൊണ്ണ ചൂരെടുത്ത് കളയൊരു തലകിട്ടു ഒറ്റ അടി 10 ഒറ്റ തവളയെ പോലെ പോയി ഇങ്ങനെ കിടക്കണുണ്ട്. എന്റെ ആണെങ്കിലോ നാട്ടുകാർ എല്ലാരും കൂടെ എടുത്ത് പൊങ്കാല ഇട്ടു. എന്നാ പിന്നെ എനിക്ക് കുറച്ച് പൊങ്കാല തന്നൂടായിരുന്ന? എടി പൊങ്കാല അല്ല, എന്നെ എല്ലാരും കൂടെ ഇടിച്ച് റെഡിയാക്കിയ കാര്യമാ പറഞ്ഞേ. പറഞ്ഞൂടായിരുന്നു അതെന്റെ അമ്മയാണെന്ന്. എങ്ങനെ പറയും? പാക്കറ്റ് പഴമല്ലേ കയറ്റി തന്നത്? അതിന് വിഴുങ്ങിട്ടെങ്കിലും പറഞ്ഞൂടെ? എടി ആകപ്പാടെ 1/2 ഇഞ്ച് കുഴല് 3 ഇഞ്ച് വണ്ണമുള്ള ഏത്താൻ പഴമുണ്ട് എന്റെ വാക്കത്ത് അടിച്ചു കയറ്റി തന്നത്. എന്നാലും എന്റെ അമ്മയോട് ഈ ചതി വേണ്ടായിരുന്നു. നമ്മൾ ഒളിച്ചോടി കോയമ്പത്തൂർ പെയ്യ സമയത്ത് എന്റെ അമ്മ ചാക്ക് കണക്കിനല്ലേ സാധനങ്ങൾ കൊണ്ടു തന്നത്. നിങ്ങൾ മറന്നല്ല. ഇതിന്റെ അമ്മ ചാക്ക് കേട്ടിന് അവിടുത്തെ തണുപ്പ് സമയത്ത് മരുമോന് മൂടിക്കാൻ വേണ്ടി കമ്പിളിപ്പൊതുപ്പ് കൊണ്ടുവന്നെന്നും പറഞ്ഞേ ആ ചാക്കിട്ട് അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഇവിടുത്തെ പശുവിന്റെ പോട്ടി കഴി ഉണക്കി കൊണ്ട് വന്നിരിക്കുന്നു മോക്ക് തിന്നാൻ വേണ്ടി. കറി വെച്ച് തന്നപ്പോഴേ വെല്ലുവിളിക്ക് തിന്ന് കയറ്റിയല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ 2 ദിവസം ഉറങ്ങാൻ വിട്ടാ. എന്തൊരു വെടിക്കെട്ടായിരുന്നു. ഹലോ, വെച്ചിട്ട് പോടേ. ആരെന്നെ വിളിച്ചേ? അവ എന്നെ 10 മണിക്ക് പണിക്ക് വിളിച്ചിരിക്കുന്നു. ഓ, അല്ലെങ്കി ഇപ്പൊ അങ്ങ് പെയ്യാനെ. അന്നിതേ പോലെ 10 മണിക്ക് കോള് വന്നേന്. എന്റെ കൈത്തി കിടന്ന മാലയും കൂടെ പെയ്യത്. അവനെ സോറി കേട്ടാ. കുഴപ്പമില്ല. ചൂണ്ട അതിൽ പണിയൊന്നുമില്ല. ആ ചൂണ്ട എടുത്തോണ്ടാ. അയ്യടാ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇതുവരെ ഈ ചൂണ്ടയിടൽ നിർത്താറായില്ലേ? പണ്ട് നിങ്ങൾ ചൂണ്ടയിട്ടാണ് ഞാൻ വന്ന് കൊത്തിയിപ്പൊ അനുഭവിക്കുന്നത്. അന്ന് പച്ചോടെ പിടിച്ചിട്ട മീന ഇന്ന് ചീഞ്ഞ് നിക്കുന്നത്. എന്നാ പിന്നെ അന്ന് ഉപ്പിലിട്ട് വെക്കാത്തത്? പിന്നെ ഉപ്പിലിട്ട് വെച്ച് കഴിച്ചിട്ടാണ് നാട്ടുകാര് വെള്ളം കുടിക്കണം ഞാനൊന്ന് കാണാൻ. നിങ്ങൾ ഇങ്ങനെ ചൂണ്ടയിട്ടോട് നടന്നോ? എന്നെ ഇതുവരെങ്കിലും ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടാ? എടി ഇതേ ആവശ്യമില്ല. നീ അന്നും എൻ്റെ അടുത്ത് പറഞ്ഞേ നിന്റെ കുഞ്ഞമ്മര മോളെ കല്യാണത്തിന് പോയിട്ട് വന്നതെന്ന് തമ്പാനൂര് പാലത്തിന്റെ അടിയിൽ കൊണ്ടിരുത്തി ഒരു പാട്ട വെള്ളവും എടുത്തു വന്ന് പോരാത്തോണ്ട് എന്നെ മൊബൈലിലെ ടോർച്ച് കൊട്ടോ ഞാൻ അടിച്ചു തന്നില്ലടി. പിന്നെ വിനോന്റെ അടുത്ത് കറങ്ങിയിട്ടാണ് എന്റെ കൂടെ വന്നെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാടി. കഴിഞ്ഞ ആഴ്ച അവ ഇല്ലാത്ത സമയം നോക്കി അവിടെ ഞാൻ ഒരു മന്ത വെള്ളം കുടിച്ചതാ. ഈ ആഴ്ചയിൽ ഇപ്പൊ അവിടെ അടി കിടക്കുന്നത്. വെറുതെ അല്ല, തുണിയാലൊക്കെ എടുത്തപ്പോഴേ ഷർട്ടിന്റെ പോക്കറ്റിൽ സുധേര കൊലുസ് കിടന്നത്. അതവള് പണം വെക്കാൻ വേണ്ടി തന്നതാ. എന്തൊരു വെള്ളിയാ? വെള്ളിയായാലും കിള്ളിയായാലും ഒന്ന് പോടി. ശരി, അതൊക്കെ പോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കൂ? തരൂ. ഈ കിണറ്റിലെ കയറ് വലിച്ചേ എന്റെ കൈയെല്ലാം പൊട്ടി. എനിക്കൊരു മോട്ടർ വാങ്ങി തരൂ. നിനക്ക് മോട്ടർ ഫസ്റ്റ് മോട്ടറല്ല വാങ്ങണ്ടേ, ഒരു സൈലൻസർ വാങ്ങി നിന്റെ വാക്കകത്ത് വെക്കണം. എന്നാലേ ഈ വീട്ടിലെ പകുതി പ്രശ്നവും തീരുള്ളൂ. എന്റെ പൊന്നെ കർത്താവേ, നിങ്ങൾ ഒരു ദിവസമാണ് കുരിശ് തന്ന, ഞാൻ 14 വർഷം കൊണ്ട് ഈ കുരിശ് മക്കള്. അപ്പുറത്തെ കുമാരനെ കാണണം. അവന്റെ ഭാര്യ സീതയില്ലേ, സ്നേഹത്തോടെ അടുത്തിരുത്തിന് പേനൊന്നും കൊടുക്കണ്. നിങ്ങൾക്ക് അതുപോലെ വല്ലതും ചെയ്യണം തോന്നിയാ? എനിക്കും അവന്റെ ഭാര്യ അടുത്തിരുത്തി ബാങ്കൊന്നും ആഗ്രഹമുണ്ട്. നീ താമസിക്കേണ്ടി എന്തെന്ന് പറഞ്ഞേ? നീ അന്ന് തന്നെ നാട്ടുകാരെ മുമ്പ് തലയിൽ പടവലങ്ങ മാറി അടിച്ച. എങ്ങനെ അടിക്കാതിരിക്കും? അന്നാ കല്യാണത്തിന് പയ്യപ്പോഴേ കല്യാണ പെണ്ണിന്റെ ഉരുപ്പടി കണ്ടിട്ട് കിന്നരിക്കാൻ പോയാലേ ഞാൻ പടവലങ്ങ നിങ്ങൾ തലക്കെടുത്ത് അടിച്ചു തന്നത്. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അന്നാ കല്യാണത്തിന് പയ്യപ്പോഴേ എന്റെ കൂട്ടുകാരി ഗീതയെ കണ്ടപ്പോ നിങ്ങളെ കണ്ണ് നിറഞ്ഞാണ്ടല്ല. അവള് 10 കൊല്ലത്തിന് മുമ്പ് എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. അതിന് അവളെനിക്കൊരു റോസാപ്പൂ വന്ന് തിരിച്ചൊരു താമരപ്പൂ പോലും അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞതാ. എന്നാ പിന്നെ നിങ്ങളെ കൂട്ടുകാരൻ സുമേഷ് ഇല്ലേ, അവനെ കാണുമ്പോ പിന്നെ ഞാൻ പൊട്ടി കരയണോ? അങ്ങനെ പറയണേ? അല്ല, അവ എനിക്ക് എന്തോരം മുല്ലപ്പൂ തന്ന് എന്റെ അമ്മയാണ് എന്നെ ഒരു ചെമ്പരത്തി പോലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചുമ്മാ അല്ല, ആക്രി പറക്കാൻ വന്ന ആക്രിക്കാരോടെ ഇറങ്ങി ഓടിയതില്ലടി. അത് പിന്നെ കുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാ?
അപ്പൊ അടുത്ത അണ്ടാവെന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടോ നീ പോടി പറഞ്ഞാണി എന്തിനോടി എടി നിനക്ക് ചെലവിന് തന്നെന്ന് ഞാൻ ചാക്കിട്ട് കൊടുക്കേണ്ട ഗതിയിടായടി. ഇതിപ്പോ ഞാൻ വരലാക്കി തരാം. എന്റെ അടുത്താ കളി. ഹലോ ഗായ്സ്, ഇതേപോലെ എത്ര പേർക്കുണ്ട്? ഇതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. വയറിലാക്കി തരാടി. മൊബൈല് പൊട്ടി. നീ ശരിയല്ലെങ്കിൽ ഇതെല്ലാം എന്റെ അപ്പുറം പൊട്ടോടി. എന്റെ മൊബൈലല്ല പൊട്ടിയത്, പിന്നെ നിങ്ങളെ മൊബൈലല്ല പൊട്ടിയത്.